ഹലോ, അസ്സലാമു അലൈക്കും ഗൈസ്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോ പ്ലേ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്യുന്ന മുന്നേ നിങ്ങളോട് രണ്ട് കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ഇലക്ഷനിൽ BJP പറഞ്ഞൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന് ഞങ്ങൾ പിടിച്ചെടുക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും, പ്രധാനമന്ത്രി മോദിജി സാർ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്ന് പാലിച്ച് വർഗീയത, മോദിജി വന്ന് ഇവിടെ കോൺഗ്രസ്സിനെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെയാണ് കൂടുതലായിട്ട് ഒരു പറഞ്ഞിട്ടുള്ളത്. ഒരു ജമാഅത്ത് ഇസ്ലാമി, പിന്നെ മുസ്ലിം ലീഗ് പറഞ്ഞാണ്ട് ഒരു പാർട്ടി സംഘം, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി, ഈ മൂന്നെണ്ണത്തിനെയാണ് അവർ തള്ളി പറയുന്നത്. അവർ പറഞ്ഞത് ഈ മൂന്നെണ്ണത്തിനെ നമ്മളെ എതിരാളികളാണ്. CPM ഇല്ല കേരളത്തിൽ. അപ്പോൾ CPM ഓലിപ്പോൾ ഒന്നായി. ഓല് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം വലിയൊരു സിറ്റി ആക്കും, അതിനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് മോദി സാർ വന്നു കഴിഞ്ഞാൽ അത് വേദിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു പറഞ്ഞിട്ട് ആ പ്രഖ്യാപിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ സംഭവം ഉണ്ടായത് ഇതാണ്: കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ജമാഅത്തിനെ ഇസ്ലാമിയെയും അത് രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അയാൾ പ്രസംഗിച്ച് പോയിട്ടുള്ളത്. ഇപ്പോഴത്തെ ജനങ്ങളൊന്ന് ചിന്തിക്കണം. BJP സർക്കാർ പറയുന്നതെല്ലാം നടപ്പാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന കാലം, ഇനി വരാൻ പോകുന്നത്, കേരളത്തിൽ നടക്കാൻ പോകുന്നതെല്ലാം എല്ലാവർക്കും കണ്ടറിയാം. BJP ഇനി കൂടുതൽ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ മേഖലയിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്നത് അസാധ്യമായിരിക്കും. നോർമലി തന്നെ കേരളത്തിലുള്ള മിക്കവാറും ആൾക്കാരും കേരളം ഇന്ത്യ വിട്ടിട്ട് തന്നെ പുറത്ത് പോവുകയാണ്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും മെഡിക്കൽ പരമായിട്ടാണെങ്കിലും എല്ലാ മേഖലയിലും. ഇപ്പോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പുറം ലോകത്ത് പോയി കഴിഞ്ഞാൽ, വിദേശത്ത് പോയി കഴിഞ്ഞാൽ, GCC കൺട്രികളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം കേരളത്തിൽ വന്ന് അവരുടെ ഫാമിലിനെ കണ്ട് തിരിച്ചു പോകും, പിന്നെ അവിടെ നിന്ന് സ്റ്റേ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വേറെ ഒന്നുമില്ല, പണ്ടത്തെ മാതിരിക്കല്ല. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ന്യൂനതകളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് കേരളം സേഫ് അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേരളം വിട്ടു പോകുന്നത്. പിന്നൊന്ന് പറയാനുള്ളത്, മോദിജി സാറ് പ്രഖ്യാപിക്കുന്നു പറഞ്ഞ സംഭവം മോദിജി സാറ് പ്രഖ്യാപിച്ചിട്ടില്ല. BJP ആ പത്രിക കൊടുത്ത് അത് മോദിജി സാറ് കൂടുതലുള്ള പോയിട്ട് ചെക്ക് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ അവർ പാസ്സാക്കുമെന്ന് പറയുന്നത്. ആ വീഡിയോയിൽ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫസൽ കാരാട്ട് പറയുന്നത് അത് മോദി സാറ് വന്ന് അങ്ങനെ പ്രഖ്യാപിച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ച് അതിനകത്ത് വേറെ ശബ്ദിക്കുന്നത് അത് BJPക്ക് മാറ്റി നിർത്താൻ ചെയ്യുന്നതാണ് മനസ്സിലാവുന്നത്. ഓൾറെഡി അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഈ വീഡിയോയിലുള്ളത് ഫുൾ അതാണ്. പക്ഷേ ഈ വീഡിയോയിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഫസൽ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്യുക. ആ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കുക, കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരിലേക്കും നിങ്ങൾ മാക്സിമം എത്തിക്കുക. ഫസൽ കാരാട്ട് എത്രത്തോളം നുണ പറയുന്നുണ്ടെന്ന് എല്ലാവർക്കും മുമ്പേ അറിയാം. എന്നാലും ഈ വീഡിയോയിൽ എത്രത്തോളം കള്ളം പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കണ്ടില്ലേ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് വികസനങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് BJP പറഞ്ഞിരുന്നു. അതേപോലെ സത്യപ്രതിജ്ഞ ചെയ്ത് 28-ാം ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു, വികസനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. कांग्रेस से भी बहुत सतर्क रहना है. ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को 5 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ജനങ്ങളോടടക്കം സംസാരിച്ച് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാ നേതാക്കളും വാദോരാതെ പറഞ്ഞത്. ഇന്ന് പ്രധാനമന്ത്രി എത്തി. അദ്ദേഹം വിപുലമായ ചടങ്ങിൽ പങ്കെടുത്തു, ജനങ്ങളെ അഭിസംബോധന ചെയ്തു. മാറാത്തത് ഇനി മാറും എന്നും മലയാളത്തിൽ പറഞ്ഞു.
പക്ഷെ അതിനുള്ള ഒറ്റ മൂല്യമൊന്നും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. മേയർ വി രാജേഷ് ഒരുപക്ഷെ അതിന്റെ സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. PMO ആണത് തീരുമാനിക്കുന്നത്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അദ്ദേഹത്തിന് കൈമാറും എന്നത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, UDF-നെതിരെ കടുത്ത ആരോപണമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ലീഗും മാവോവാദികളും കോൺഗ്രസും ചേർന്നുണ്ടാക്കുന്ന ത്രികക്ഷി സഖ്യമാണ് കേരളത്തിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് എന്നുള്ളതടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു പോയി എന്ന രൂക്ഷ വിമർശനം കൂടി ഉണ്ടാവുകയാണ്. സൂപ്പർ ട്രെയിനുകൾ ഉൾപ്പെടെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ല, ഇതുപോലെ വാക്ക് പാലിക്കുന്നവരെ അല്ലേ നമ്മൾ മലയാളികൾ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മളോടൊപ്പം അതിഥികൾ ചേർന്നു. BJP-യിൽ നിന്ന് ശ്രീ ജിതിൻ ദേവ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വീണ എസ് നായർ, CPM-ൽ നിന്ന് ശ്രീ ജെയ്സി തോമസ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേർന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ശ്രീ ജിതിൻ ഈ മാറാത്തത് ഇനി മാറുമെന്നുള്ളതാണല്ലോ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കാലയളവിൽ മുഴുവനും പറഞ്ഞത്. എന്ത് മാറ്റമാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്? അദ്ദേഹം ഇത് അനൗൺസ് ചെയ്യാൻ വരുന്നു എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ അവകാശവാദം. അല്ല, രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് കോർപ്പറേഷൻ അധികാരം കിട്ടിയാൽ 45 ദിവസത്തിനകം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുമെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കോർപ്പറേഷന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ്, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഇന്ന് കൃത്യമായിട്ട് കോർപ്പറേഷന്റെ മേയർ ശ്രീ വി രാജേഷ് ആ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അത് PMO പരിശോധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് ചില കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈദഗ്ധ്യം ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന ആശയം കൂടി ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തി കാണും. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പുകൾ, അതായത് അത് പാലിക്കപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണ പിന്തുണ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് പാലിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു മിനിറ്റ് എനിക്ക് തരുമോ? ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പറഞ്ഞൊരു കാര്യം, വാർഡ് തലത്ത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. എന്താണ് 5 കൊല്ലം വാർഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നഗരത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് 5 കൊല്ലം ചെയ്യേണ്ടത്, ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ ഒപ്പം അവരുടെ അഭിപ്രായം എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിൽ പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചതാണ്, അതിന്റെ കൃത്യമായ വാക്കുകൾ അങ്ങ് പറഞ്ഞതല്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിക്ക് വന്നിട്ട് ഒരു നഗരത്തിന്റെ കാര്യം മാത്രം അങ്ങനെ ഒരു സ്റ്റേറ്റിനെ നോക്കുകുത്തിയാക്കി വെച്ചിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഈ നഗരത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ അദ്ദേഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി പഠിക്കണ്ടേ? അദ്ദേഹം അത് പഠിച്ചതിന് ശേഷം അതിനകത്തുള്ള കൃത്യമായിട്ടുണ്ടാവും. ഒരു കാര്യം ഞാൻ മാധുവിന് ഉറപ്പ് നൽകാം, തിരുവനന്തപുരം നഗരത്തെ ഞങ്ങൾ മാറ്റി എഴുതും. ഇന്ന് പ്രധാനമന്ത്രി എന്നത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും. ഈ നഗരവാസികളായിട്ടുള്ള കോർപ്പറേഷനിൽ വോട്ടുള്ള ഒരാളല്ല. തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാരോട് തെരഞ്ഞെടുപ്പിന്റെ ആകെ സമയത്ത് നിങ്ങളുടെ അധ്യക്ഷനടക്കം പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾ ജനങ്ങളോട് സംസാരിച്ച് അഭിപ്രായ സ്വരൂപണം നടത്തി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അത് പ്രധാനമന്ത്രിക്ക് കൈമാറി അദ്ദേഹം അത് അനൗൺസ് ചെയ്യാൻ 45 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറയരുത് മാധു. കാരണം ഈ ചർച്ചകൾ കേൾക്കുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ മണ്ടന്മാരൊന്നുമല്ലല്ലോ. പറയട്ടെ ഒരു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഞങ്ങൾ ബ്ലൂ പ്രിന്റ് വെച്ചു. അദ്ദേഹം അത് പഠിക്കണ്ടേ? ഒരു ഡോക്യുമെന്റ് അദ്ദേഹത്തിന് കിട്ടി കഴിഞ്ഞാൽ ശരി ഞാനിത് പ്രഖ്യാപിച്ചു എന്ന് പറയാൻ ശരിയാണ്. അദ്ദേഹം അത് പഠിക്കണം. 45 ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ ഇടുകൊടുക്കെ എന്ന് പറയുന്ന രീതിയിൽ നടക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കുമില്ല. എത്രയും പെട്ടെന്ന് നടക്കട്ടെ. നോക്കൂ, ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ മാന്ത്രിക വടി വീശിയില്ല എന്ന് പറഞ്ഞ് വിമർശിക്കാനും ഞാൻ ആളല്ല. പക്ഷെ പറഞ്ഞത് ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്തില്ല എന്ന് പോലുമല്ല, പറഞ്ഞത് ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജിതിൻ ദേവ്, ഞാൻ അങ്ങേലേക്ക്